ആ ഞാൻ കണ്ടു. കണ്ടോ? അപ്പോഴേ രണ്ടും അന്തനെ അതൊക്കെ പോവും. ചുമ്മാ വർക്ക് ഏരിയയില് വെന്റിലേഷനിൽ കൂടെ നോക്കി ഒന്ന് കണ്ടു. ടാപ്പ് വർക്ക് ഏരിയ തുറന്നപ്പോഴേ അവൻ പോയ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ചന്ദനത്തിരിയുടെ സ്മെല്ല് നിൽക്കാതിരിക്കാനുള്ള മാർഗമാണ് ഞാനീ പറഞ്ഞത്. മുറിക്കകത്ത് കത്തിച്ചു വെക്കുന്ന സ്മെല്ലുള്ള ചന്ദനത്തിരി അല്ല ഇതിന് ഉപയോഗിക്കേണ്ടത്. ഇന്ന് പഴുത്ത് ഇങ്ങനെ ആവുന്നവരെയും തിന്നാൻ നേരത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരു രീതിയിലും കഴിക്കാൻ പറ്റുമോ? കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടോന്നല്ലോ. പതിവില്ലാത്തത് ഏതാണ്ടുണ്ടല്ലോ. ഞാൻ വിചാരിച്ച അതിനകത്ത് പപ്സായിരിക്കണേ. ഞാനും അതെ അങ്ങനെ ഓർത്ത. ഇതുവരെ ഇവിടെ മേടിച്ചിട്ടില്ല. വട്ടയപ്പം. ഈസ്റ്റർ വട്ടയപ്പം. എറണാകുളത്തൊക്കെ ഇതിന് ഈസ്റ്റർ വട്ടയപ്പം എറണാകുളം ടൗൺ സിറ്റിയിലൊക്കെ. വട്ടയപ്പം നമ്മൾ അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. ഇടയ്ക്ക് ഇവിടെ പാലപ്പം മേടിച്ചുകൊണ്ട് വരാറുണ്ട്. ഉണ്ടാക്കൽ കുറവായത് കാരണം. ഇനി നമുക്ക് ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ, കള്ള് മേടിച്ച് പച്ചത്തേങ്ങ കിടപ്പുണ്ട്. അപ്പം ഒരു വട്ടയപ്പം മേടിച്ചാണ് വൈകുന്നേരം കട്ട് ചെയ്യാൻ ചായക്ക്. പിന്നെ ബോംബെ മിക്സർ രണ്ടും റോയലാട്ടോ. ഇത് മേടിക്കാൻ ചെന്നതാ, കയറിയതാ. അപ്പം ഇത് കണ്ട് മേടിച്ചതാ. ഓക്കെ, ഇതാരാ അവിടെ വാശിക്കിരുന്ന് കളിക്കണേ? വർത്താനം പറയുമ്പോ ഒരു നല്ല ക്ലിപ്പിങ് പിടിക്കായിരുന്നു. പക്ഷെ ഞാൻ ചുമ്മാ വർക്ക് ഏരിയയില് വെന്റിലേഷനിൽ കൂടെ നോക്കി ഒന്ന് കണ്ടു. ടാപ്പ് വർക്ക് ഏരിയ തുറന്നപ്പോഴേ അവൻ പോയി. രണ്ട് അണ്ണാമാര് അടുക്കളപ്പുറത്ത് മിറ്റം കെട്ടിയിട്ട് വെച്ചിട്ടില്ലേ ഉണ്ട്. ആ കെട്ടിയിട്ട് വെച്ചേക്കണേ മേളിലിരുന്നേ ചോറെണ്ണയില്ലേ നാക്ക് പുറത്തേക്ക് ഇട്ടേച്ചാണ്ട് തിന്നുകൊണ്ടിരിക്കും. ഒരെണ്ണം ചുമ്മാ ഇങ്ങനെ പ്രതലത്തിൽ കിടക്കണം. പ്രതലത്തിൽ ചുമ്മാ കിടക്കണം. ഞാനിങ്ങനെ നോക്കി വെച്ച് ടാപ്പ് ഇവിടെയൊന്ന് സോസർ പാത്രം കഴുകാനായിട്ട് തുറന്നപ്പോഴേ രണ്ടും അന്തനെ വിട്ടൊക്കെ പോവും. ടാപ്പ് തുറക്കാതെ നിന്നെ വിളിച്ചായിരുന്നെങ്കിൽ നല്ല ക്ലിപ്പിംഗ് ആയിരുന്നു. ഈ വെന്റിലേഷനിൽ കൂടെ എടുക്കണമായിരുന്നു. അപ്പൊ ഏതായാലും പോയില്ലേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പോയ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ നല്ല ഇതായിരുന്നെന്ന് ഞാൻ പറയുക. അപ്പൊ വേറൊരു സംഭവം കാണിക്കാനാണ് ഇപ്പൊ നിക്കണത്. പോസ്റ്റ്. ഇത് ഞാലിപ്പൂവനാണല്ലോ. നമ്മുടെ ഞാലിപ്പൂവൻ. ഞാൻ കട്ട് ചെയ്തേക്കണ അത്ര വൃത്തിയൊന്നുമില്ല. പുകച്ച് പഴിപ്പിച്ചതാട്ടോ. 2 പെടല എടുത്ത് പുകച്ച് പഴിപ്പിച്ചു. ഇത് ഇന്നാൾ ആരോ ചോദിച്ചില്ലേ, കൊല ഉണ്ടാവണില്ലേ മോളേന്ന്? കൊലയൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതെന്നാന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ കാണൂല എന്ന് പറഞ്ഞപ്പോ കൊല ഉണ്ടാവണില്ല. കൊലയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ചെറുതായിരിക്കും, അല്ല കൊല ചെറുതായിരിക്കും. വേനലായതുകൊണ്ട് ഉണങ്ങി വരണ്ട് കിടക്കുമല്ലേ, മൊത്തം ഡ്രൈ ആയിട്ട് കിടക്കുമല്ലേ. ഇഷ്ടം പോലെ പഴമുണ്ട്. പാളയംകുടനുണ്ട്, ഞാലിപ്പൂവനുണ്ട്, കണ്ണനുണ്ട്. പൂവൻ 1-2 വാഴയുള്ളൂ. ഏത്തവാഴ വെച്ചിട്ട് ഗുണാവാത്തതുകൊണ്ട് അത് വെക്കാറില്ല. ഏത്തപ്പഴം മേടിക്കും. ചുവന്ന പൂവനും ഉണ്ടാവും നല്ല അസലായിട്ട്. ഇപ്പൊ അതിന്റെ വിത്തില്ല. ഉണ്ടായിരുന്നു. ഇവള് വേണോന്നും പറഞ്ഞ് പണ്ട് വിത്ത് മേടിച്ച് നട്ട് നല്ല ഭംഗിയായിട്ടുണ്ടായി. നല്ല പഴം വേറെ ഇല്ല. അതെല്ലാം കൂടാതെ വല്യപ്പയുടെ അവിടുന്ന് കാളിവാഴ കൊണ്ടേ വെച്ചിട്ടുണ്ട്. അതും കൊലച്ചിട്ടുണ്ട്. ഇവിടത്തെ പഴയില്ലാത്ത സമയങ്ങളിലെല്ലാം അവിടെ നിന്ന് പഴം ഇങ്ങോട്ട് സപ്ലൈ. കടയിൽ നിന്ന് കൊണ്ടുവരും പോലെ കൊണ്ടുവരണം. നിങ്ങൾ വീഡിയോയിൽ കാണാറുണ്ട്. ഞായറാഴ്ച ദിവസം പോയി വരുമ്പോൾ സഞ്ചിക്കകത്ത് അപ്പൊ അവിടെ നിന്ന് എടുത്ത് വല്യപ്പ കൊടുത്തു വിട്ടാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന പഴം. അപ്പൊ ഇത് നമ്മുടെ ഞാലിപ്പൂവനാ കേട്ടോ. പുകച്ച് പഴുപ്പിക്കുക എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും പുകചോവ വരില്ലേന്ന്. പുകചോവ വരാതിരിക്കാൻ എന്താ ചെയ്യണേ? വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റേഷൻ ആണ്, കൂണം നിളക്കട്ടെ. എങ്കിലും പറയാം എങ്ങനെയാന്ന്. നമ്മള് ഇവിടെ അമ്മച്ചി എങ്ങനെ ചെയ്തോണ്ടിരിക്കണേന്ന് ആദ്യത്തെ രീതി പറയാട്ടോ. ഞാനിവിടെ വന്ന കാലത്ത് അമ്മച്ചി കാണിക്കണ ഞാൻ കണ്ടേക്കണ എങ്ങനെയാന്ന് വെച്ചാ നോക്കി പറയണ്ടേ അങ്ങോട്ട്. ഞാൻ കണ്ടേക്കണ എങ്ങനെയാന്ന് വെച്ചാൽ അമ്മച്ചി ചണച്ചാക്കില്ലേ, പ്ലാസ്റ്റിക് അല്ല മറ്റേ ചണച്ചാക്കിനകത്തേക്ക് വാഴക്കൊല വെട്ടിക്കൊണ്ട് വന്നാൽ കറയൊക്കെ പോയി കഴിയുമ്പോൾ 2 പെടല എടുത്തേച്ച് അത് പൊതിഞ്ഞ് കെട്ടി വെക്കും. അപ്പൊ അതിലിരുന്ന് നാച്ചുറലായിട്ട് പഴുത്തു വരും ചണച്ചാക്കില്. ഞാൻ ചെയ്യണേ ആ രീതിയല്ല. ഇരിങ്ങാലക്കുടയിലെ ചാച്ചൻ ഒരു രീതി പറഞ്ഞു തന്ന. അതായത് കൊല വെട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ അടുക്കി നമ്മൾ ആവശ്യത്തിനുള്ളത് പുകയ്ക്കാനുള്ളത് പഴുപ്പിക്കാനുള്ളത് എടുത്തേച്ച് അത് ഒരു പാത്രത്തിനകത്താക്കി ആ പാത്രത്തിലേക്ക് 1-2 പഴത്തിൻ്റെ തൊലി ഇട്ട് വെക്കുക. അപ്പം ഫെർമെൻറ്റേഷൻ കൊണ്ട് അത് 2-3 ദിവസം കൊണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് വന്ന് പഴുത്തു വരുമെന്ന്. അത് നന്നായിട്ട് മൂത്ത കായാണെങ്കിൽ പെട്ടെന്ന് അത് പഴുത്തു വരും കേട്ടോ. ഞാലിപ്പൂവൻ അങ്ങനെ പഴുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പാളയംകുടൻ പെട്ടെന്ന് പഴുക്കും. കണ്ണനും ഞാലിപ്പൂവനും അങ്ങനെ നോക്കിയിട്ട് കുറേ ദിവസം ഇരുന്നിട്ടാണ് ഇവിടെ പഴുത്തു വന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നതും ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യണതുമായ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വെക്കാനായിട്ടൊരു പുകച്ചു വെച്ചേക്കണ കലവും ഉണ്ട്, ഒരു ചെരുവവും ഉണ്ട്. അപ്പം അതിനകത്തേക്ക് കായ അടർത്തിയിടും. കായ അടർത്തി ഇട്ട് കഴിഞ്ഞേച്ച് അതിനകത്തേക്ക് ഒരു ചന്ദനത്തിരി കുത്തി താഴെ ഏറ്റവും ഏതെങ്കിലും ഒരു പെടലിയാക്കിയ വെച്ചേക്കണ ഇങ്ങനെ കുത്തി വെക്കും. ഇങ്ങനെ സാധനത്തിൽ കയലല്ല ഇതിൽ കുത്തി വെക്കും. പെടലിയല്ല അടർത്തിയാണെങ്കിൽ ഇങ്ങനെ
മിക്കവാറും 2 or 3 എണ്ണ എടുത്ത് ഒരു പെടല പോലെ ആക്കി വെക്കും ഇങ്ങനെ കുത്താൻ വേണ്ടി കേട്ടോ. ബാക്കി അടർത്തിയിടും. കല ആയതുകൊണ്ട് ഇങ്ങനെ പെടലിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പെടല കഴിയുമ്പോഴത്തേക്കും നിറയും അത്. കോലില്ല, ഇത് കുത്തി വെച്ചാൽ പിന്നെ ചെരുവം മൂടുമ്പോ മുട്ടും. അപ്പൊ ഇത് കെട്ടുപോകും കത്തിച്ച് വെക്കണത്. അപ്പൊ ഈ ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാലത്തെ വെക്കുവാണെങ്കിൽ നാളെ കാലത്തെ നമ്മൾ എടുത്തു നോക്കുമ്പോ കളറ് പതുക്കെ മാറി വരാൻ സാധ്യതയുണ്ട് മൂത്ത കായാണെങ്കിൽ. ഇല്ലെങ്കിൽ ഇന്ന് കത്തിച്ചു വെച്ചാൽ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എങ്ങനെയാണെങ്കിലും കളർ ചേഞ്ച് വന്നു തുടങ്ങും. പിന്നെ ഒരു തിരി കത്തിച്ചു വെച്ചാൽ മാത്രം മതി. പിന്നെ തിരി കത്തിക്കേണ്ട ആവശ്യമില്ല. കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പുകയ്ക്കാനെടുത്ത പാത്രത്തിൽ നിന്ന് മുറത്തിലോ വേറെ എന്ത് കണ്ടെയ്നറിലാണ് വേറെ ഏത് പാത്രത്തിലാണ് നമ്മൾ പഴം ശേഖരിച്ച് വെക്കണമെന്ന് വെച്ചാൽ അതിനകത്തേക്ക് എടുത്ത് നിരത്തി വെക്കുക. എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുകയ്ക്കാനെടുത്ത പാത്രത്തിൽ ചന്ദനത്തിരിയുടെ സ്മെല്ല് എന്തായാലും നിൽക്കും. പിന്നെ ചന്ദനത്തിരിയുടെ സ്മെല്ല് നിൽക്കാതിരിക്കാനുള്ള മാർഗ്ഗമാണ് ഞാനീ പറഞ്ഞത്. പഴുത്ത് തുടങ്ങിക്കഴിയുമ്പോൾ അതെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ മുറിക്കകത്ത് കത്തിച്ചു വെക്കുന്ന സ്മെല്ലുള്ള ചന്ദനത്തിരി അല്ല ഇതിന് ഉപയോഗിക്കേണ്ടത്. ഇതിന് ഉപയോഗിക്കേണ്ട ചന്ദനത്തിരി കാണിച്ചു തരാം. അപ്പൊ പഴം പോയ്ക്കാനായിട്ട് നമ്മള് രഞ്ജിച്ചേട്ടനില്ലേ കരട്ടക്കുരിശിങ്ങ, ഇവിടുത്തെ ഹോൾസെയിൽ ഈ പഴത്തിന്റെ ഒക്കെ പരിപാടിയുള്ള ഒരു ഷോപ്പുണ്ട്, ഒരു രഞ്ജി എന്ന് പറഞ്ഞൊരു പയ്യന്റെ. അപ്പൊ ഈ റോബസ്റ്റ പഴവും ഇവിടെ പഴയില്ലാത്ത ഏത്തപ്പഴവും പിന്നെ ഈ പൂവമ്പഴം നാടൻ വരുമ്പോ പുള്ളി എപ്പോഴും പറയുവാടില്ല ചെല്ലുമ്പോൾ സാറേ നാടൻ പൂവനാ ഉണ്ടോക്കോ ചേച്ചിക്ക് ഇഷ്ടമാണോ, ഞാൻ പൂവന്റെ ആളാന്ന് പുള്ളിക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കണ പഴത്തിന്റെ ഹോൾസെയിൽ ബിസിനസ് ആട്ടോ കരട്ടക്കുരിശിങ്ങ അവർക്ക്. അപ്പൊ ആ രഞ്ജിയുടെ കടയിൽ ചെന്ന് പറയും രഞ്ജി പുകയ്ക്കാനുള്ള ചന്ദനത്തിരി എന്ന് പറയും. അപ്പൊ പുള്ളി ഇങ്ങനെ നമ്മൾ വിലയ്ക്ക് മേടിക്കുന്നതാണ്. പുകയ്ക്കാനുള്ള ചന്ദനത്തിരിക്ക് സ്മെല്ല് വളരെ കുറവുള്ളതായിരിക്കും. ഞാനത് എങ്ങനെയാ അതിലിരിക്കുന്നത്, ഇങ്ങനെ 1-2 കവർ ഇങ്ങനെ ഉണ്ടാവും. ഒരു കവർ ഇങ്ങനെ 2 കവർ സ്മെല്ലുണ്ട്, പക്ഷെ നേരത്തെ സ്മെല്ലായിരിക്കും. അപ്പൊ ആ പുക കൊണ്ടാണ് നമുക്കിത് പഴുത്തു വന്നത്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്മെല്ലുള്ളത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഴത്തിന് മണം ഉണ്ടാവും. നിങ്ങൾ പറയണത് 100% കറക്റ്റാണ്. പിന്നെ ഈ നന്നായിട്ട് അറിയാവുന്ന കടയിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ കത്തിച്ചു വെക്കാനല്ല പഴിപ്പിക്കാനാന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് അറിയാൻ പറ്റും. അപ്പൊ അതനുസരിച്ചിട്ടുള്ളത് അവർ തരും. അവരിങ്ങനെ പോയ്ക്കണതാണ്. അവര് പറയാറുണ്ട് ചകിരി വെച്ചല്ല സാറേ ഇപ്പൊ പോയ്ക്കണ ഇങ്ങനെ ഇത് ഈ ഗോഡൌണിനകത്ത് അവര് വെച്ചിങ്ങനെ പോയ്ക്കുവാന്ന് പറയാം. കറക്റ്റ് ടൈമിൽ എടുത്ത് മാറ്റും. മാറ്റണം എന്നുള്ളത് മസ്റ്റാ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഈ അപ്പച്ചൻ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഡ്രമ്മില്ലേ അതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചേച്ച് തിരി കത്തിച്ചു വെക്കുമായിരുന്നു. എന്നിട്ട് അടച്ചും വെക്കും. പ്ലാസ്റ്റിക് ഇതിൽ വെക്കാൻ പാടില്ല. ഈ പണ്ട് ഇരുമ്പിന്റെ പാട്ട പോലെയുള്ളത് കിട്ടും പണ്ട്, ഇപ്പോഴത്തെ കാലത്തല്ല പണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിലാണ് അവിടെ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് അപ്പച്ചൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പക്ഷെ ഇവിടെ വന്നപ്പോ അങ്ങനെയുള്ള പാട്ടയും ഇതൊന്നും ഇപ്പൊ ഇല്ലല്ലോ. പിന്നെ അപ്പൊ ഞാൻ കണ്ടുപിടിച്ച മാർഗ്ഗമാണ് പഴയ കിഴുത്ത വന്ന അലൂമിനിയം കലം. ആ അലൂമിനിയം കലം അതിനുവേണ്ടി വെച്ചേക്കുക. പിന്നെ അലൂമിനിയത്തിന്റെ ഒരു ചെരുവും ഉണ്ട്. അത് നേരത്തെ ഒരു വീഡിയോയിൽ കാപ്പ് വയ്ക്കണം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ പതുക്കെ നിറം മാറുമ്പോഴേ എടുത്ത് പിന്നെ നമ്മൾ ഏതിലാ എടുത്ത് വെക്കണമെന്ന് വെച്ചാൽ അങ്ങനെ നിരത്തി വെക്കണം. എയർ കടന്ന നിരത്തി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാറാകുമ്പോഴത്തേക്ക് ഒരു സ്മെല്ലും കാണൂല. പിന്നെ ഇത് ഒരു പാക്കറ്റിന് 10 രൂപയാണ്. ആ കാര്യം അവിടെ ഇരുന്ന് പറഞ്ഞതാട്ടോ. അപ്പൊ അത് നിങ്ങളോട് ഷെയർ ചെയ്തതാ. അപ്പൊ അങ്ങനെയാണ്. മറ്റേത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും. ആ കലത്തിൽ തന്നെ ഇരുന്ന് പഴുത്ത് ഇങ്ങനെ ആവുന്നവരെയും തിന്നാൻ നേരത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരു കണക്കിനും ഒരു രീതിയിലും കഴിക്കാൻ പറ്റുമില്ല. അങ്ങനെയാണ് സംഭവം. അണ്ണാൻ ഇന്ന് വാശിയോട് കൂടി സംസാരിക്കുമ്പോ അണ്ണാൻ അവിടെ അതിലേറെ അതെന്നാന്നോ നിങ്ങൾ എന്നാ ഇവിടെ പറയണം, ഞാനും അങ്ങനെ തകർക്കുവാന്നാണ് അവര് പറയണത്. ഇരുമ്പമ്പുളിയിലാണോ എന്ന് ഡൗട്ട് ഉണ്ട്. കാണില്ല, ഏതായാലും കാണാൻ പറ്റുന്നില്ല. ഒന്നും അല്ലെങ്കിൽ ഇരുമ്പമ്പുളി, അല്ലെങ്കിൽ അവിടെ നിക്കണ ആ അവിടെ ഒന്നും അല്ല, ഇവിടെ ഇരുമ്പമ്പുളിയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിലാണോന്നറിയില്ല, ഒരപ്പരയുടെ മുകളിൽ. ഞാൻ കണ്ടോ വേഗം ഇരുമ്പമ്പുളി ഇതേ എവിടെ ഇരുമ്പമ്പുള്ളിയുടെ താഴെ കണ്ടില്ല. തണ്ടയില് തേടി വാലനങ്ങനെ കണ്ടില്ലേ? ഇല്ല. എന്റെ ദൈവം, ഇത് കണ്ടുപിടിച്ചു. തേനീച്ചയാ. ആണോ? തേനീച്ച ഇവിടെ അത് ഓരോന്നിലേക്ക് മാറി മാറി തേൻ കുടിക്കുവാന്ന്. ഇപ്പൊ പൊങ്ങുന്നത്. ഞാൻ തട്ടണോ? വേണ്ട. കണ്ടോ? ആ തേനീച്ചയാ. നിങ്ങള് കണ്ടോന്നറിയില്ല. അതിന്റെ ഇടയിലുണ്ട്. ഇപ്പൊ പൊങ്ങുന്നത്.
ആ ദേ തേനീച്ച ഇരിക്കുന്നു. ആ, ദേ ഇതില്. നമുക്ക് ആ, ദേ, തേനീച്ച ദേ, 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 മുകളില് കിട്ടാൻ തേനീച്ചക്കൂട് അതെ വെക്കണ്ട. അതെ അതെ അതെ. ഈ മരങ്ങൾ ഇങ്ങനെ ഉള്ളത് കൊണ്ടേ ഉം. ഈ മാവ് പൂക്കണ കാലം, ഇതുപോലെ ഇരുമ്പമ്പുളി ഇങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളൊക്കെ പൂക്കണ കാലല്ലേ, നീ നട്ട നിന്റെ വെള്ള ചാമ്പയില് ഇതേ തേനീച്ച് പറക്കണം. വെള്ള ചാമ്പയില് ഒരുപാട് ചാമ്പങ്ങ കുരുകുരുവൊന്നും ഉണ്ടായി ചൂട് കൊണ്ടാന്ന് തോന്നണു വീണുപോയി. 2 എണ്ണം ഒരു 1/4 ഭാഗം മൂപ്പായിട്ട് കിടപ്പുണ്ട്. എപ്പോഴെങ്കിലും പോയി പടം എടുത്തു വെച്ചോട്ടോ, അത് വീണു പോകുമെന്നറിയില്ല. അപ്പ പക്ഷെ അതിന്റെ ചോട്ടിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇപ്പം, മറ്റേത് വീണു പോയത് കാരണം. ചാമ്പയ്ക്ക ജ്യൂസ് ഉണ്ടാക്കാം, നല്ലതായിരുന്നു നാളെ ഉണ്ടാക്കിയിട്ട്. അതിനുള്ളതൊന്നുമില്ല, 2 എണ്ണേ അതിൽ കിടക്കണോളൂ. അത് ജ്യൂസ് ഉണ്ടാക്കാൻ മൂത്തട്ടില്ല. അത് ഭയങ്കര റിഫ്രഷിങ് ആ. അത് എല്ലാവർക്കും ഇരുമ്പുളിയൊക്കെ ഉണ്ടായിരിക്കും. മരം ഉള്ളവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇരുമ്പമ്പുളി മരം ഉള്ളവർക്ക്. നമ്മള് അങ്ങനെ എപ്പോഴും ഒന്നും ഉപയോഗിക്കില്ല, വല്ലപ്പോഴും ഒക്കെ. കൊള്ളൂല എപ്പോഴും ഉപയോഗിച്ചാൽ പറയുന്നുണ്ട്, കൊള്ളൂലെന്ന്. തേനീച്ച പാറിപ്പറന്ന് നടക്കുന്നു. തേനീച്ചയ്ക്ക് ആകെ വെപ്രാളായി തോന്നുന്നു ഇത്രയും പൂക്കൾ കണ്ടപ്പോ. അതെന്നാന്ന് വെച്ചാൽ ഇവിടെ ബന്ദി പൂത്തു, ചെമ്പരത്തി ഓൾറെഡി പൂത്ത് നിൽക്കുവാണ്, ബൊഗൈൻവില നിറയെ പൂവാ. അപ്പൊ ഇതെല്ലാം കൂടെ വാടാമുല്ല പൂവ്, അതെ ചട്ടിയിലെ വാടാമുല്ലയിൽ പൂത്തു. ഈ കടും വയലറ്റ് നമ്മുടെ മറ്റേ സുനിലേട്ടന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന് അതിൽ നിറച്ച് പൂ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. തേനീച്ചയ്ക്ക് വെപ്രാളായി എവിടെ നിന്നൊക്കെ തേൻ കുടിക്കുന്നു ഇല്ലേ. ഓറഞ്ച് ഇത് ബട്ടർഫ്ലൈ വന്നു അതിലേക്ക്. ബന്ദി ഇപ്പുറം നിൽക്കണത് ബന്ദി മുട്ട് വിരിഞ്ഞു, ഗേറ്റിന്റെ അവിടെ മുട്ട് വിരിഞ്ഞു. ചേർത്താ നട്ടത്, ശൈലം നട്ടേക്കണ പോലെ. അതുകൊണ്ട് കൂടുതൽ പൂക്കളുണ്ടാവും, 2-3 എണ്ണം ഒരു ചൂട്ടില്. മഴയത്ത് അമ്മ എന്താ പരിപാടി? കാറ്റത്ത് വീണ ആഞ്ഞിലി അപ്പ ഈ വഴിയെല്ലാം ക്ലീൻ ചെയ്തായിരുന്നു, ചവറുവരണ്ടി കണ്ട ഉറക്കെ പറഞ്ഞോട്ടോ. അപ്പ കാറ്റ് കഴിഞ്ഞപ്പോ അപ്പ വഴിയെല്ലാം ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് കമ്പും സാധനങ്ങൾ വീണായിരുന്നു. അപ്പൊ ആഞ്ഞിലിയെന്ന് വീണ ആഞ്ഞിലിച്ചക്ക ഇങ്ങനെ കൂട്ടിയിട്ടതാണ്. പക്ഷെ ഇതൊന്നും മൂത്തട്ടില്ല. ഇത് പഴുപ്പ് പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തോണ്ട് പോകാം. മറ്റേത് പഴുക്കണേ ഇതിന് ചെറുതായിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാട്ടോ. ഇത് പച്ച ഇതിവിടെ കിടക്കട്ടെ, നാളെയിലും എടുത്തോണ്ട് പോവാം. മഴ പെയ്യണുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്നു നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാം, എന്നിട്ട് അകത്തേക്ക് കൊണ്ടുപോയാൽ മതി. ഞാൻ കാണിക്കാം. 2 ആഞ്ഞിലിച്ചക്ക കിട്ടിയായിരുന്നു ഇന്നാൾ. അത് കാണിച്ചോന്നറിയില്ല വീഡിയോയില്. അത് കാണിച്ചായിരുന്നോ? അത് ഫ്രൂട്ട് ഫെസ്റ്റിവലിനകത്ത് ഇടാന്ന് ഓർത്ത് ഞാൻ വെച്ചേക്കാം. ഞാനൊന്ന് നോക്കാം, തുറന്നു നോക്കാം. എന്റെ കൈ മുറിഞ്ഞിരിക്കണോ? പഴുത്തതാണോ? തുറന്നു നോക്കാന്നാ. നല്ലാന്ന് തോന്നണല്ലോ. ഇല്ലടി, അത് പോരാ. ചമ്പ കൊള്ളൂല. അത് പോരാ, എനിക്ക് തോന്നണതേ മൂക്കാതെ ഇതാന്ന് തോന്നണം. കൊള്ളൂല. ഈ ഭാഗം കടിക്കാന്ന് തോന്നുന്നു. മൂത്തട്ടില്ല, മൂക്കാത്തോ ഇത്. ഞാൻ കളഞ്ഞു തരാം. മറ്റേ സൈഡ് കൊള്ളൂല, ഈ സൈഡ് സ്വല്പം കടിച്ചു നോക്ക്. മറ്റേ സൈഡ് എടുക്കണ്ട, മൂപ്പ് കുറവാട്ടോ. മൂപ്പ് കുറവാ, കടിച്ചു നോക്കിക്കോ. അത് കാറ്റത്ത് ഒലഞ്ഞു വീഴുവല്ലേ ഒന്നാമത്. അതെ അതെ അതെ. ഇത് ഒട്ടും കൊള്ളൂല. ഇത് എടുക്കണ്ട. ടേസ്റ്റില്ല. അതിൽ വെച്ചിട്ട് കുളിച്ചോണ്ട് ഞാൻ തുപ്പിക്കളഞ്ഞു. അതിന് വീണതാ. രുചി കുറവാ അല്ലേ, മൂത്തട്ടില്ല. അതാ. മറ്റേ സൈഡ് ഒട്ടും കൊള്ളൂല, ആ സൈഡിൽ കൊള്ളാൻ കുറച്ച് കടിച്ചേച്ച് കളഞ്ഞാരാ. ഉദ്ദേശ ഫലം ഇല്ല. കുഴപ്പമില്ല. കഴിക്കാൻ പറ്റും. നമുക്ക് കരണ്ടൊക്കെ വന്ന മൊത്തം ഞങ്ങൾക്ക് സന്തോഷമായി, കുളിച്ചു വൃത്തിയായി. ആ സ്വരൂപത്തിന്റെ ഒന്ന് മാറി കിട്ടും. കുളിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഒരു വൃത്തിയായി സ്വയം. നമുക്ക് വേർത്തും കരണ്ടും ഇല്ല, വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല. വെള്ളമില്ലാത്തത് ഏറ്റവും പ്രശ്നമായി പോയി. എന്റെ പൊന്നെ അല്ലേ, എത്ര വർഷം കൂടി ഇങ്ങനെ ഒരു അനുഭവം വന്നതല്ലേ. വർഷങ്ങള്. മറ്റേ റോട്ടിൽ ഒരു 2 മാസം മുമ്പ് വേനൊക്കെ ഒരു ആക്സിഡന്റ് നൈറ്റിൽ വന്നിട്ട് പോസ്റ്റ് ഒടിഞ്ഞു പോയി മെയിൻ റോഡില്. അത് 1 നൈറ്റും 1 ഡേയും. അന്നേരം വെള്ളം തീർന്നില്ല, അതിന് മുമ്പ് കറണ്ട് വന്നായിരുന്നു. ഇത് 2.5 ദിവസം, വ്യാഴം വൈകിട്ട് മുതല് വെള്ളി ശനി 12:10. ഇപ്പൊ എല്ലാം താറുമാറായിരുന്നു. ഇപ്പൊ വെളിവായി അതുകൊണ്ട്. അപ്പൊ ഓക്കെ.